നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണഭൂതൻ എന്നാണ് കവിതയുടെ പേര്. ഈ കവിത ജനിക്കാനുണ്ടായ കാരണം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഓരോ അനുഭവങ്ങളും അവൻ്റെ മനസ്സിൽ കത്തിജ്വലിക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് എങ്ങനെയാണ് എന്നൊന്നും പറയാവതല്ല. അത് മനസ്സാകുന്ന മഹാസമുദ്രത്തിൽ അങ്ങനെ മുത്തുകൾ പോലെയോ പവിഴം പോലെയോ മറ്റെന്തെല്ലാമോ ആയിത്തീരുകയോ ചെയ്ത് അതങ്ങനെ കിടക്കും. അതങ്ങനെ ഘനീഭവിച്ച് കിടക്കും. നമുക്ക് അത് എന്നാണ്, എപ്പോഴാണ് വീണ്ടും ഉപരിതലത്തിലേക്ക് വരിക എന്ന് പറയുക വയ്യ. എല്ലാ കവിതയിലും അല്ലെങ്കിൽ കവിതകളുടെ ഏറ്റക്കുറച്ചിലുകളിലും എഴുതിയിട്ടുള്ള ആയിരക്കണക്കിന് കവിതകളിലും എല്ലാം പ്രധാനമായും പൊന്തി വരുന്ന ദുഃഖമാണ്. അത് മനഃപൂർവ്വമല്ല, നമ്മുടെ അനുഭവങ്ങളാണ്. നമ്മൾ നേരിട്ടിട്ടില്ലാത്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ദുഃഖക്കയത്തിലേക്ക് തള്ളിവിടും. പറഞ്ഞാൽ തീരാത്തത്ര അനുഭവങ്ങൾ. അത് എങ്ങനെ പറഞ്ഞറിയിക്കും എന്ന് പലപ്പോഴും ചിന്തിച്ച് ഞാൻ ചിരിക്കാറുണ്ട്. ഇപ്പോൾ അന്ന് അതൊരു വലിയ വേദന തന്നെയായിരുന്നു. ഒരു 1000 എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു ആയിരക്കണക്കിന് അനുഭവങ്ങൾ, വ്യക്തികളുടെ പെരുമാറ്റം, പോകുന്നിടത്തും വരുന്നിടത്തും ഉണ്ടാകുന്ന അവഹേളനം, ആ അവഹേളനത്തിൽ നിന്നും വീണ്ടും വീണ്ടും മനസ്സിനെ വീണ്ടും അഗാധ കയങ്ങളിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങൾ. അത് പറഞ്ഞാലും എണ്ണിയാലും തീരില്ല. ഓരോ കവിതകൾ അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ മുന്നിൽ കുറേ ദുഃഖങ്ങളും കുറേ മേൽപ്പുതപ്പുകൾ പോലെ തിങ്ങി നിറഞ്ഞ വേദനകളും മാത്രം കൊണ്ടു നിറയ്ക്കാനുള്ളതല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ കൂടുതലും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളാണ്. സുഖത്തിൻ്റെ ശീതളിമ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വളരെ കുറവാണ്. എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കാം. 10, 25, 30 കാണും. പക്ഷേ ദുരാനുഭവങ്ങൾ അത് എണ്ണിയാൽ തീരില്ല. കുറഞ്ഞതൊരു 10,000 കാണും എന്ന് വേണം പറയാൻ. മനുഷ്യനായി കാണുക, മനുഷ്യന് ആവശ്യമായവ നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, ഒരു സന്തോഷമുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരിൽ നിന്നും തിരിച്ച് നന്മ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നല്ലത് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നിടത്താണ് തെറ്റ് എന്ന് എൻ്റെ വിവക്ഷ. ഈ കവിത കാരണഭൂതൻ എന്ന കവിത എഴുതുമ്പോൾ മനസ്സിലൂടെ മിന്നി മറിഞ്ഞത് 100 കണക്കിന് അനുഭവങ്ങളാണ്. അതെല്ലാം ഇവിടെ വിസ്തരിക്കാൻ കഴിയില്ല. പക്ഷേ കാലചക്രം കറങ്ങിത്തിരിയുമ്പോൾ നന്മകൾക്ക് ഒരു അംഗീകാരമുണ്ടാവും എന്നത് തീർച്ച തന്നെയാണ്. എത്രമാത്രം ദുഃഖക്കയത്തിൽപ്പെട്ടാലും അതിൽ നിന്നും നീന്തി കര കയറുന്നവൻ, അവൻ്റെ ജീവിതം തീർച്ചയായും സന്തോഷപ്രദമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ കവിതയുടെ ജനനം. അപ്പോൾ ഇതിൽ ഓരോ വിഷയങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കഴിയില്ല എനിക്ക്. പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകളും ദിവസങ്ങളും വേണം. അപ്പോൾ അതിനൊന്നും മുതിരുന്നില്ല. പകരം മനസ്സിൽ വന്ന ഒരുപാട് ചിന്തകളിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത ഒരു കവിതയാണിത്. അതിൽ പ്രധാനമായും പെട്ടെന്ന് ഓർമ്മ വരുന്നത്
നിങ്ങളോട് സംവദിക്കുമ്പോഴും ഖത്തറിലെ കോർണിഷിൽ എത്രയോ രാവന്തിയോളം 2 മണി 3 മണി സമയം വരെ ആ കല്ലിൽ മലർന്ന് കിടക്കുമ്പോൾ ജോലിയില്ല, തൊഴിലില്ല. മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ പലരും ജോഗിങ്ങിനായിട്ടും മറ്റ് എക്സസൈസുകൾ ചെയ്യാനായും കുടുംബത്തോടൊപ്പം ഒറ്റയ്ക്കും അവർ ആ കോർണിഷിൻ്റെ പാതയിലൂടെ കിലോമീറ്ററുകളോളം നടന്നു പോകുമ്പോൾ ഒന്നും ആവാതെ അസ്തിത്വത്തിൻ്റെ പടവുകൾ കയറി ആ കടൽ ഭിത്തിയിൽ മലർന്നും ചരിഞ്ഞും കിടക്കുമ്പോൾ ഒന്ന് വന്ന് കുശലം ചോദിക്കാനോ, ഒന്ന് വന്ന് സംസാരിക്കാനോ, ഒന്ന് കണ്ട് സംസാരിക്കാനോ മുതിരാത്ത സുഹൃത്തുക്കൾ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും ചിന്തിക്കുന്നത് തനിക്ക് മറ്റൊരാൾ ബുദ്ധിമുട്ടാവുമോ എന്ന ചിന്തയാണ്. എല്ലാം അനുഭവങ്ങളുടെ വെളിച്ചമാണ്. അപ്പോൾ ആ രാവുകളിൽ കോർണിഷിൻ്റെ സൗന്ദര്യം ആവാഹിച്ച് അങ്ങിങ്ങായി തെളിയുന്ന നക്ഷത്ര ജലങ്ങളിൽ നോക്കി മലർന്നു കിടന്ന ഒടുവിൽ നിരാശനായി നടന്നുപോയി റൂമിൽ വന്ന് കിടക്കുമ്പോൾ രാത്രിയുടെ 3-ാം യാമം എത്തിയിരിക്കും. അവിടെ കരഞ്ഞു തളർന്ന് കിടക്കാനേ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരുപാട് അവസ്ഥകൾ നേരിട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കാരണഭൂതൻ എന്ന ഈ കവിത ജനിക്കുന്നത്. ഇതിലെ ഏതാനും വരികൾ ഞാൻ ആലപിക്കാം. ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു, ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു. എന്താണതിൻ രഹസ്യമെന്ന് പറയുന്നില്ല, എന്താണതിൻ രഹസ്യമെന്നറിയുന്നില്ല. ഭീതിയും ഭയവും ജനിപ്പിക്കുന്ന കാഴ്ചകൾ ചേതോഹരമാ മണ്ണിൽ നികുഞ്ചങ്ങൾ കാണാനായില്ല. ചേതോഹരമാ മണ്ണിൽ നികുഞ്ചങ്ങൾ കാണാനായില്ല. ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും നിങ്ങൾ കാണുക, ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു, ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു. എന്താണിതിൻ രഹസ്യമെന്നറിയുന്നില്ല, എന്താണതിൻ രഹസ്യമെന്നറിയുന്നില്ല. ഭീതിയും ഭയവും ജനിപ്പിക്കുന്ന കാഴ്ചകൾ, ഭീതിയും ഭയവും ജനിപ്പിക്കുന്ന കാഴ്ചകൾ ചേതോഹരമാ മണ്ണിൽ നികുഞ്ചങ്ങൾ കാണാനായില്ല. ചേതോഹരമാ മണ്ണിൻ നികുഞ്ചങ്ങൾ കാണാനായില്ല. എന്തു കണ്ടാണീ വിധം മനസ്സ് ചാഞ്ചല്യപ്പെടുവാൻ, എന്തുകൊണ്ടാണീ വിധം മനസ്സ് ചാഞ്ചല്യപ്പെടുവാൻ. എന്നിൽ മാത്രം രൂപം പൂണ്ട തോന്നലുകൾ വികലമാകുന്നു, എന്നിൽ മാത്രം രൂപം കൊണ്ട തോന്നലുകൾ വികലമാകുന്നു. എവിടെ തിരിഞ്ഞാലും കുന്തമുനകൾ പോലെ നിലകൊള്ളുന്ന അനുഭവങ്ങൾ, എവിടെ തിരിഞ്ഞാലും കുന്തമുനകൾ പോലെ നിലകൊള്ളുന്ന അനുഭവങ്ങൾ. മാറ്റങ്ങൾ വരുന്നില്ല, മാറ്റങ്ങൾ തെളിമ നൽകുന്നില്ല. മാറ്റങ്ങൾ വരുന്നില്ല, മാറ്റങ്ങൾ തെളിമ നൽകുന്നില്ല. മനസ്സ് വേദനയിൽ കുളിച്ചു നിൽക്കുമ്പോൾ തലയിൽ രാസ്നാദി കുളിതിരികിയിട്ടെന്തു കാര്യം.
മനസ്സ് വേദനയിൽ കുളിച്ചു നിൽക്കുമ്പോൾ തലയിൽ രാസ്നാദിപ്പൊടി തിരികിയിട്ടെന്തു കാര്യം? എത്ര മറക്കാൻ ശ്രമിച്ചാലും തികട്ടി വരുന്ന വൃത്തികെട്ട ഓർമ്മകൾ, എത്ര മറക്കാൻ ശ്രമിച്ചാലും തികട്ടി വരുന്ന വൃത്തികെട്ട ഓർമ്മകൾ. മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പൊന്തി വരുന്നു ചുവപ്പ് നിറങ്ങൾ. മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും പൊന്തി വരുന്നു ചുവപ്പ് നിറങ്ങൾ. എല്ലാം എല്ലാം എൻ മുന്നിൽ തെളിയുന്ന നക്ഷത്രജാലകങ്ങൾ, എല്ലാം എല്ലാം എൻ മുന്നിൽ തെളിയുന്ന നക്ഷത്രജാലകങ്ങൾ. മിന്നിത്തിളങ്ങുന്നു മിന്നിത്തിളങ്ങുന്നു പളുങ്കുപോലെയെങ്കിലും നുള്ളിപ്പെറുക്കുന്നു സ്വർണ്ണപ്പൊട്ടുകൾ കണക്കേ ജീവിതം. മിന്നിത്തിളങ്ങുന്നു പളുങ്കുപോലെയെങ്കിലും നുള്ളിപ്പെറുക്കുന്നു സ്വർണ്ണപ്പൊട്ടുകൾ കണക്കേ ജീവിതം. ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു, ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ കാണുന്നു. എന്താണിതിൻ്റെ രഹസ്യമെന്നറിയുന്നില്ല. ഭീതിയും ഭയവും ജനിപ്പിക്കുന്ന കാഴ്ചകൾ, ഭീതിയും ഭയവും ജനിപ്പിക്കുന്ന കാഴ്ചകൾ. ചേതോഹരമാം മണ്ണിൽ നികുഞ്ചങ്ങൾ കാണാനായില്ല. ചേതോഹരമാം മണ്ണിൽ നികുഞ്ചങ്ങൾ കാണാനായില്ല. എന്തുകൊണ്ടാണിവിധം മനസ്സ് ചാഞ്ചല്യപ്പെടുവാൻ? എന്തുകൊണ്ടാണിവിധം മനസ്സ് ചാഞ്ചല്യപ്പെടുവാൻ? എന്നിൽ മാത്രം രൂപം പൂണ്ട തോന്നലുകൾ വികലമാകുന്നു. എന്നിൽ മാത്രം രൂപം പൂണ്ട തോന്നലുകൾ വികലമാകുന്നു. എവിടെ തിരിഞ്ഞാലും കുന്തമുനകൾ പോലെ നിലകൊള്ളുന്ന അനുഭവങ്ങൾ, എവിടെ തിരിഞ്ഞാലും കുന്തമുനകൾ പോലെ നിലകൊള്ളുന്ന അനുഭവങ്ങൾ. മാറ്റങ്ങൾ വരുന്നില്ല, മാറ്റങ്ങൾ തെളിമ നൽകുന്നില്ല. മാറ്റങ്ങൾ വരുന്നില്ല, മാറ്റങ്ങൾ തെളിമ നൽകുന്നില്ല. മനസ്സ് വേദനയിൽ കുളിച്ചു നിൽക്കുമ്പോൾ തലയിൽ രാസ്നാദി പൊടി തിരുകിയിട്ടെന്തു കാര്യം? ഓരോരോ രാവിൽ ഓരോരോ കിനാക്കൾ